നിങ്ങൾ ഒരു ബിസിനസ് സെമിനാർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 4 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ ആ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടെയുള്ള ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അപ്പൊ ആ കൂട്ടത്തിൽ കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെയും അവിടെ വെച്ച് പരിചയപ്പെട്ടു. നല്ല രീതിയിൽ സംസാരിച്ചു, നല്ല ഒരു ബന്ധമൊക്കെ, നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിനു ശേഷം പിന്നീട് നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. കാലങ്ങൾ കഴിഞ്ഞു പോയി. ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കളക്ടറേറ്റിന്റെ ആവശ്യം വരികയാണ്. ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഇദ്ദേഹത്തെ ഓർക്കുകയാണ്. പഴയ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് വളരെ തണുത്ത ഒരു പ്രതികരണമാണ് അവിടെ നിന്നുണ്ടാവുന്നത്. കാരണം അദ്ദേഹത്തിന് നിങ്ങളെ ഓർമ്മ പോലുമില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കണം, അയ്യോ, ഞാൻ അന്ന് വന്ന സമയത്ത് തന്നെ ഇദ്ദേഹമായിട്ട് വീണ്ടും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുമായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് എനിക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിക്കണം. ഇതുപോലത്തെ അവസ്ഥകൾ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഇതേപോലെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് ലീഡുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ലീഡുകളിൽ കുറെ ലീഡുകളൊക്കെ സീരിയസ് ആയിട്ടുള്ള ലീഡുകൾ ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്തോ സാഹചര്യം കൊണ്ട് ആ സമയത്ത് അത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ലീഡുകളെ നമ്മൾ എങ്ങനെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, അതിനാവശ്യമായിട്ടുള്ള ഒരു 3 ടിപ്പുകളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം ടൈംലി ഫോളോ അപ്പ് ആണ്. ഇവരെ കൃത്യമായ സമയങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യണം. അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും അടുത്ത ആഴ്ച ഒന്ന് വിളിക്കൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം വിളിക്കൂ, ഇന്ന ദിവസം വിളിക്കൂ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ടൈം എടുത്ത് ആ ടൈം ഫിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു CRM ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് തന്നെ അവരെ വിളിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ പേഴ്സണലൈസ് ചെയ്യുന്ന മെസ്സേജുകൾ അയക്കണം. അവരുടെ പേര് വെച്ചുള്ള മെസ്സേജുകൾ നമുക്ക് അവർക്ക് അയക്കാൻ വേണ്ടി പറ്റും. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് നമുക്ക് കൂടുതൽ ഉണ്ടാവും. മറ്റൊരു കേസ് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ്. അതായത് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് വരുന്ന സമയത്ത്, പുതിയ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത്, പുതിയ സർവീസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എപ്പോഴും അവർ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവും. ഒരിക്കലും ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകത്തില്ല. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ റൺ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് താഴെയുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.